ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് നടന്നു. അതിന്റെ ഫൈനലായിരുന്നു. അപ്പോൾ കളി കഴിഞ്ഞ ഉടനെ തന്നെ രണ്ട് ടീമിലെയും ക്യാപ്റ്റന്മാർ ഞങ്ങളെ മക്കളെ അടുത്ത് കൂടി വന്ന് സെൽഫി എടുക്കുന്നതും അതേപോലെ തന്നെയുള്ള കുറേ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇന്നത്തെ കളി കാണാൻ പോയതിൽ അവിടുത്തെ സ്പെഷ്യൽ ഗസ്റ്റ് ഞങ്ങളുടെ മക്കളായിരുന്നു. അതിന്റെ സംഘാടകരോട് ഒരു താങ്ക്സ് പറഞ്ഞിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അവരുടെ വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. നമ്മളെങ്ങടാ പോണത്? അവിടെ എന്താ പന്തളിക്ക് പോവാ? എന്നോട് അസ്മില് കയ്യാട്ടണ്. കൈ കൊടുക്കടാ എന്റെ മോനക്ക്, കൈ കൊടുക്കടാ. എന്റെ മോനതാ കയ്യാട്ടണ്. ഹലോ ഗാഥ കൊടുക്ക. ഗാഥ ഫുട്ബോൾ കളിക്ക് ആലപ്പുഴക്ക് അറിയില്ല. കൊണ്ടേക്കോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം അവരെന്നെ സംഘാടകരെന്നെ ഞങ്ങൾക്ക് വണ്ടിയൊക്കെ ഏൽപ്പിച്ചത് കേട്ടോ. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ല, നിങ്ങളാണ് സ്പെഷ്യൽ ഗസ്റ്റ്. ഞങ്ങൾക്ക് അവിടെ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നുള്ളതൊന്നും ഞങ്ങൾക്ക് ആദ്യം അറിയണ്ടായിരുന്നില്ല. അവർ തലേ ദിവസം തന്നെ വിളിച്ച് എത്ര മക്കളാണ് വരുന്നത് എന്നുള്ളതൊക്കെ ചോദിക്കണ്ടായി. അങ്ങനെ അവരെന്നെ രാത്രി വണ്ടിയൊക്കെ ആയിട്ട് വന്നു. അവരെന്നെയാണ് കുട്ടികളെ കൊണ്ടുപോകാനും എല്ലാത്തിനും. ഞങ്ങൾ കാര്യമായിട്ടൊന്നും അറിഞ്ഞിട്ടൊന്നുമില്ല. ചില പേരൻസ് ഉപ്പയും ഉമ്മയൊക്കെ ഒരുമിച്ചിട്ടാണ്, ചിലവരുടെ കൂടെ ഉമ്മമാർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെയാണ് അങ്ങോട്ട് എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ഉണ്ടാവുക എന്നുള്ളതൊക്കെ. അപ്പോൾ കണ്ടില്ലേ, ആ വിശേഷങ്ങളൊക്കെയാണ് വീഡിയോയിൽ ഫുള്ളായിട്ട്. നിങ്ങൾ ഇത് കണ്ടാൽ തന്നെ നിങ്ങളെ മനസ്സ് നിറയും. അപ്പോൾ നമ്മുടെ മക്കളെ നമ്മൾ തന്നെയല്ലേ ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോനൊന്നും ഒരു ഫുട്ബോൾ ടൂർണമെന്റ് കാണാനോ ഒരു ടെറഫിൽക്കോ അങ്ങനെ ഒന്നും പോയിട്ടില്ല. അപ്പോൾ ഇന്ന് അവൻ്റെ അതെന്താണെന്നുള്ളത് നമ്മൾ കാണിച്ചു കൊടുത്താലല്ലേ അവർക്ക് പുറം ലോകം അറിയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയൊക്കെ ഞങ്ങളൊന്ന് പോയത്. അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷമായിട്ടോ. മക്കളും ഒരുപാട് സന്തോഷത്തിലായിരുന്നു. കാരണം അങ്ങനെയാണ് അവരെ അവിടെ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇന്നിപ്പോഴത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. ഞങ്ങൾ ചികിത്സാർത്ഥം ഫ്ലാറ്റിലാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഹർത്താലൊക്കെ ആയ കാരണം കുറേ പേരൻസ് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, നാട്ടിലാണ്. അപ്പോൾ കുറച്ച് പേര്, ഞങ്ങളൊരു 10ഓളം ഫാമിലിയാണ് ഇപ്പോൾ ഇതിന് വന്നിട്ടുള്ളത്, നമ്മുടെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ഞങ്ങൾ 3 ഫാമിലി ആദ്യം പോകുന്നുണ്ടായിരുന്നു. അതിന് ശേഷം ഞങ്ങൾ 3 പേര് പോകുന്നു. അങ്ങനെ എല്ലാവരും കൂടിയിട്ടൊന്നും ആളുകളെ ഒരുപാട്, ഇപ്പോൾ 2 വണ്ടിയിൽ പോരുകയാണെങ്കിലും കൊള്ളും, പക്ഷെ കുറച്ചെങ്കിലും കൊള്ളും. പക്ഷേ എന്താണ്, നമ്മുടെ വീൽ ചെയറും കാര്യങ്ങളൊക്കെ ഉള്ള കാരണമേ ഒരുമിച്ചിട്ട് എല്ലാവർക്കും കൂടി ഒപ്പം പോരാൻ പറ്റാത്ത കാരണം കുറച്ച് ആളുകളായിട്ട് അങ്ങനെ പോരുക ചെയ്യുന്നത്. അപ്പോൾ ഇനിയും കുറച്ച് 2-3 ആൾക്കാരും കൂടി വരാനുണ്ട്. സിറാജ് ഉണ്ട്, അതേപോലെ കുറച്ചും കൂടി ആൾക്കാർ വരാനുണ്ട് കേട്ടോ. പിന്നെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും മേലെ നിങ്ങളുടെ ഇറക്കി കൊല്ലാനൊക്കെ അതൊക്കെ പിന്നെ സംഘാടകർ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുട്ടികളൊക്കെ എങ്ങനെയായാലും ഗ്രൗണ്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. അവരൊക്കെ ഭയങ്കര എന്താണ് നടക്കാൻ പോകുന്നതെന്നുള്ളതൊന്നും അവർക്കറിയില്ല. അപ്പോൾ മക്കളുടെ പേരൊക്കെ സംഘാടകർ ചോദിക്കുന്നുണ്ട്, എന്തിനാണെന്നൊന്നും നമുക്ക് മനസ്സിലാവണില്ല, എന്താണ് കുട്ടികളുടെ പേരെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ പേരൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഇനിയിപ്പോൾ ഏകദേശം ഇപ്പോൾ കളി തുടങ്ങും എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ എല്ലാവരും ഇരിക്കുന്നത്. അങ്ങനെ ടീമുകളൊക്കെ ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഗ്രൗണ്ടിലേക്ക് ഒരു ടീം ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ പോണ് കാര്യങ്ങൾ. പിന്നെ എന്താണ് വിശേഷങ്ങൾ? പിന്നെ അതാ കുട്ടികളൊക്കെ കുട്ടിപ്പട്ടാളം. എനിക്ക് ഫുട്ബോളിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞു തരാനൊന്നും അറിയില്ല കേട്ടോ. ഞാനിതിൽ കൂടുതലായിട്ട് ഫുട്ബോളിനെ കുറിച്ചിട്ട് പറയാനല്ല ഈ വീഡിയോ ഇട്ടിട്ടുള്ളത്. നമ്മുടെ മക്കൾക്ക് ഇതിലുണ്ടായ കുറേ അനുഭവങ്ങളുണ്ടല്ലോ, അവരുടെ സന്തോഷം, ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ തന്നെ അത് കണ്ടിട്ട് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. അതാ ഞങ്ങളൊക്കെ ഇവിടെ ഫ്രണ്ട് ചെയ്ത് തന്നെ ഇരിക്കുന്നുണ്ട്. വരുന്ന സമയത്ത് ഞങ്ങൾക്ക് പേടിയുണ്ടായിരുന്നു, ഫുട്ബോൾ ടൂർണമെൻ്റ് അല്ലേ. അപ്പോൾ
സ്ത്രീകൾ ഉണ്ടാവുക എന്നൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിരിക്കുന്ന ആ ഏരിയയിൽ ഞങ്ങൾക്കായിട്ട് ഇവിടെ ഫ്രണ്ടിൽ കുറച്ച് സ്ഥലമൊക്കെ ഒഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഏരിയയിൽ കുറേ സ്ത്രീകൾ തന്നെയാണ് ഉള്ളത്. ഞങ്ങൾക്ക് അവിടെ ഒരു വലിയൊരു ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. ഞങ്ങളുടെ ഫാമിലിയിലുള്ളവരും, ഫാമിലി എന്ന് പറയുന്നത് ഇവിടെ വന്ന ഞങ്ങളെ ഫ്ലാറ്റിലുള്ളവരൊക്കെ തന്നെ ഞങ്ങളുടെ ഫാമിലി. ഇവിടെ ജാതി മതവർണ്ണ വിവേചനം അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ തന്നെയാണ്, നമ്മളെല്ലാവരും ഒന്ന് തന്നെയാണ്. നമ്മുടെ കുട്ടികളെ എന്താണോ പ്രശ്നം അതാണ് ഞങ്ങളുടെ ജാതിയും മതവും വർണ്ണവും ഒക്കെ അതാണ്. കുട്ടികളുടെ പ്രശ്നങ്ങളെ അതാണ് ഞങ്ങളുടെ ജാതി പറയല്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ. അപ്പോൾ മോനൊക്കെ അതാ ഭയങ്കര സന്തോഷത്തിൽ തമ്പൊക്കെ തരുന്നുണ്ട്, ലേക്കും ഷെയറും ഒക്കെ തരുന്നുണ്ട് അവൻ. പിന്നെ എന്തൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. ഇത് ഞങ്ങൾ സിഫാറിൻ്റെ ഉമ്മയാണ് കേട്ടോ. അവരുടെ ഒക്കെ ഒരു കഷ്ടപ്പാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റില്ല. കാരണം അവരൊപ്പയാണത്. എൻ്റെ ഉമ്മ ചെറിയ പ്രായത്തിൽ മരിച്ചിട്ട് എൻ്റെ ഉപ്പ വേറെ പുതിയ കല്യാണം കഴിച്ചിട്ട് അവരാണ് ഈ മോനക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നത്. അവരൊക്കെ നല്ല രീതിയിൽ തന്നെ മോനെ തെറാപ്പി ചെയ്യുന്നുണ്ട്. അവനവൻ്റെ ഉമ്മാനെ ചില സമയത്ത് പറയും സഫിയ മേഡം എന്നാണ്. അപ്പോൾ സഫിയ മേഡം നല്ല രീതിയിൽ അവിടെ സംസാരിക്കണമൊക്കെ ഉണ്ട്. പിന്നെ സിറാജാണ് മറ്റേത്, സിറാജിൻ്റെ അപ്പയും അമ്മയും ഉണ്ട്. അങ്ങനെ ഇവരെന്തൊക്കെ പ്ലാനിങ് ഉണ്ട് കേട്ടോ. ഇത് ഞങ്ങളുടെ ഫറാസാണ്. ഫറാസ് ഭയങ്കര സന്തോഷത്തിലാണ്. കണ്ടോ അവൻ്റെ ചിരിയും കളിയും ഒക്കെ കാണുമ്പോൾ തന്നെ ഞങ്ങളുടെ മക്കൾ ഇവർ തമ്മിൽ ഭയങ്കര എന്താ പറയുക അറ്റാച്ച്മെൻ്റാണ് കേട്ടോ. പുറത്തിൻ്റെ മോനെ അങ്ങനെ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ മറ്റേ സാധാരണ നോർമൽ സ്കൂളൊന്നും പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവനങ്ങനെ എന്താ വെച്ചാൽ ഇവർക്ക് എൻ്റെ മോനൊക്കെ ഒരു തോന്നലുണ്ട്, അവരോട് സംസാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശരിയാവില്ല, അങ്ങനെയൊക്കെ ഒരു ഇതാണ്. പക്ഷേ ഇവിടെ ഈ തെറാപ്പി സെൻറ്ററിൽ വന്നതിന് ശേഷം, EKM വന്നതിന് ശേഷം ഇവിടെയൊക്കെ ഡിസേബിൾഡായ ഒരേപോലത്തെ മക്കളല്ലേ. അപ്പോൾ ഇവിടെ അവർ പരസ്പരം കുട്ടികളൊക്കെ അവനോട് സംസാരിക്കണം. കാരണം ഇവിടെ വന്നതിന് ശേഷം അവന് സംസാരിക്കാനൊക്കെ ഒരു മടി കുറേയൊക്കെ മാറിക്കണം. മറ്റേത് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവനെ ഒന്നും സംസാരിക്കില്ല. അതുതന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടറുടെ ചെന്നപ്പോൾ ഡോക്ടറും പറഞ്ഞത്, ഈ കോക്ലിയർ ഇംപ്ലാന്റ് സർജറിയെ കുറിച്ചിട്ടും അങ്ങനെ കുറേ സംഭവങ്ങൾ. ഇന്നിപ്പോൾ ഒരു വാർത്ത കണ്ടു. നമ്മുടെ മമ്മൂട്ടി കാതോരം എന്നുള്ളൊരു പദ്ധതി ഉദ്ഘാടനം ചെയ്തതും അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മോന് ആ സർജറിയൊക്കെ കഴിഞ്ഞതാണ്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേ അത് അധികം ആരും ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ അത് നല്ലൊരു ഇൻഫർമേഷൻ ഉള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്നവർ അതൊന്ന് പോയിട്ട് കണ്ടിട്ട് അതൊന്ന് നല്ല രീതിയിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് മറ്റുള്ള ആളുകൾക്ക് അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത്, അതേപോലെ എഴുതിക്കുറവുള്ള മക്കൾക്ക് ഇങ്ങനെയുള്ളൊരു കുട്ടിക്ക് സർജറി ചെയ്തിട്ട് വന്ന ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്. അപ്പോൾ അതിനൊന്നും നിങ്ങളെല്ലാവരും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് ഇപ്പോൾ എൻ്റെ വീഡിയോ എത്ര ആൾക്കാർ കാണുമെന്ന് നമുക്ക് അറിയില്ല, എന്നാലും കൂടിയിട്ട് നിങ്ങളൊന്ന് അതൊന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ട് എൻ്റെ വലിയൊരു സക്സസ്സാണ് ആ വീഡിയോ. അപ്പോൾ ഇതാ നമ്മുടെ മക്കളെയാണ് ഇവർ കൊണ്ടുപോകണത് കേട്ടോ. നിങ്ങൾ ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാർക്കാണ് അതിനെക്കുറിച്ചിട്ട് അറിയുക. എങ്ങനെയായാലും നമ്മുടെ പ്ലെയേഴ്സിന് ഇവരെ പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു വല്ലാത്തൊരു അനുഭവമാണ് കേട്ടോ. നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെ കാരണം എവിടെ ചെന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ഒരു സ്റ്റേജ് പ്രോഗ്രാമിനോ വേറെ എന്തെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടെന്ന് ഞാനൊക്കെ ചെറുപ്പത്തിലൊക്കെ കുറേ കരഞ്ഞിട്ടുണ്ട്. നബിദിനം, അതേപോലെ തന്നെ മറ്റുള്ള കുട്ടികളുടെ സ്കൂൾ പ്രോഗ്രാം, ഇതിനൊക്കെ പോണ സമയത്ത് അവർക്കൊക്കെ മൊമെൻ്റോയും ട്രോഫിയും കിട്ടണോ, സ്റ്റേജിൽ പോണതും പാട്ട് പാടുന്നതൊക്കെ കാണുന്ന സമയത്ത് ഞാൻ ഇവിടെ ഇരുന്നിട്ട് എൻ്റെ മോനെ ഇങ്ങനെ അടക്കി പിടിച്ചിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ കരയും. അത് നമ്മളത് മനസ്സിലാക്കണം, നമ്മുടെ ആ കുട്ടി ഇങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ എത്രയായാലും നമ്മളൊരു ചില സമയങ്ങളിൽ നമ്മുടെ മനസ്സ് നമ്മളെ കയ്യിൽ നിന്ന് പോവുക എന്ന് പറയില്ലേ, എങ്ങനെയാലും ഇവർക്ക് നല്ല രീതിയിൽ തന്നെയുള്ള സ്വീകരണം തന്നെയാണ് കേട്ടോ കൊടുത്തത്. കാരണം ഇന്ന് ഫൈനലാണ്, ഫുട്ബോൾ കളിയുടെ ഫൈനലാണ്. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല തിരക്കുള്ളൊരു ടൂർണമെൻ്റ് തന്നെ ആയിരുന്നു. പക്ഷെ കണ്ടോ, ഇതാണ് അസ്മിലിൻ്റെ മോന്. ഇവനെ ഒക്കെ എന്തോ അവനൊക്കെ വലിയ ആളായ പോലെയാണ് ഇപ്പോൾ അവനൊക്കെ പോണത്. സെയിന് എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. വീഡിയോ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് തോന്നുന്നുണ്ട്. ഞങ്ങൾ സ്റ്റേഡിയത്തിൽ അവിടെ ഇരുന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഈ സമയത്തിൻ്റെ ഉള്ളിലൊന്നും പോയിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ. എന്നാലും ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കണം എന്ന് എനിക്ക് തോന്നി. അങ്ങനെ എല്ലാവരും കൂടി നിന്നിട്ട് അവിടെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെയാണ് മക്കൾ. ഇതൊക്കെ ഞങ്ങളുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അവർ അവിടെ അനൗൺസ്മെൻ്റ് ചെയ്യണത് എന്താ വെച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ 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 ആളുകൾ വന്നാൽ ഇവർ വരുന്ന അത്രയും ഒരു സംഭവം
അല്ല ഇവരാണ് ഞങ്ങളെ സ്പെഷ്യൽ ഗസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ തന്നെയാണ് അവർ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണത്. അപ്പോൾ ഇവരെ പരിചയപ്പെടുത്തിയതിന് ശേഷം അവരെ തിരിച്ചു കൊണ്ടുവരികയാണ്. അതിൻ്റെ ഇടയിൽ അവർക്ക് ഇവർ ഒരു എന്താണ് സമ്മാനമൊക്കെ കൊടുത്തിരുന്നു കേട്ടോ. ഇതിൽ പങ്കെടുത്തിട്ടുള്ള കുട്ടികൾക്ക് ഇവരുടെ വക സമ്മാനമൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു വലിയ കാര്യമാണ്. നമുക്ക് കണ്ട കയ്യിൽ പിടിച്ചിട്ടാ വരുന്നതാണ്. ഇത് എന്താണ് ഇവർക്കൊക്കെ പറഞ്ഞാൽ അങ്ങനെ എല്ലായിടത്തും മറ്റുള്ള മക്കൾക്കൊക്കെ ഒരു നബിദിനം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ എത്ര സമ്മാനങ്ങളായിട്ടാണ് അവരൊക്കെ വരിക. അല്ലെങ്കിൽ ഒരു പ്രോത്സാഹന സമ്മാനമെങ്കിലും കിട്ടുമല്ലോ. ഞങ്ങളെ മക്കൾക്കെന്ന് പറഞ്ഞാൽ ഡിസേബിലിറ്റി ഇതേപോലെയുള്ള മക്കൾക്ക് സമ്മാനം പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരെ പ്രോഗ്രാം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാ മക്കളും ഒരുപോലെയാണ്, ഇവർക്കും അതിനുള്ള കഴിവ് എല്ലാ മക്കൾക്കും ഉണ്ടെന്ന്. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തെറ്റാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ എല്ലാ മക്കളും ഒരുപോലെയല്ല. നമ്മളെ സാധാരണ മക്കളെ പോലെ തന്നെയാണ് ഈ മക്കളും. ഇതിൽ കുറേ കഴിവുള്ള മക്കളുണ്ടാവും, കഴിവില്ലാത്ത മക്കളുണ്ടാവും. അപ്പോൾ എല്ലാവരും നമ്മൾ ഒരേ കണ്ണിൽ കണ്ടിട്ട് ഇവർക്കും അതേപോലെ എന്താ ഞങ്ങൾക്ക് എന്താ അതേപോലെ ആ മക്കളെ പോലെ ഇവരെ ആക്കിക്കൂടെ എന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും നമുക്ക് എല്ലാവർക്കും ഒരുപോലെ സാധിക്കണ കാര്യമില്ല. എങ്ങനെയായാലും ഏകദേശം നമ്മുടെ ഈ വീഡിയോ കഴിയാറായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കളി കഴിഞ്ഞതിന് ശേഷം അവരെല്ലാവരും കൂടി ഇത് ഷാനവാസ് എന്നാണ് ഒരു പ്ലെയറുടെ പേര്. എനിക്ക് അവരെ കുറിച്ചൊന്നും കൂടുതൽ അറിയൊന്നുമില്ല കേട്ടോ. ടൂർണമെൻ്റ് ഉണ്ട്, ഫൈനലുണ്ട്, കാണാൻ വായോ പറഞ്ഞു നോക്കുമ്പോൾ പോകുന്നു, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഏതായാലും വീഡിയോ അവസാനിച്ച് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.